അറിയാം. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചിലത്. SI സാറ് നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളാണ് കൂടുതൽ ഇതിൽ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവർക്കറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. ഞാൻ കൗൺസിലിംഗിൽ മനസ്സിലാക്കിയതാണ്. പെൺകുട്ടികൾ ഡ്രോപ്പുകൾ ഇറ്റിക്കുന്നുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞ് ഇനി അത് തേടി പോകലല്ല നമ്മുടെ ജോലി. ഏതായിരുന്നാലും ക്യാമ്പസിലെ പെൺകുട്ടികൾ കണ്ണിൽ ഡ്രോപ്പ് ഇറ്റിക്കുന്ന ഒരു കാലമാണ്. അകത്തേക്ക് കഴിക്കാൻ ഭയമായതുകൊണ്ട് കണ്ണിൽ മയക്കുമരുന്ന് ഇറ്റിക്കുന്ന പെൺകുട്ടികൾ മലബാറിലുണ്ട്. ഞാൻ അങ്ങനത്തെ കുറെ കുട്ടികൾ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അത് പോയി 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 ഒരു പ്രത്യേകമായ സർപ്പം ഇറങ്ങിയിട്ടുണ്ട്. ജീവനുള്ള സർപ്പമല്ല, ജീവനുള്ള പാമ്പല്ല, പക്ഷെ അവരുടെ കയ്യിൽ ഇതുണ്ടാവും, ഒരു കൊച്ചു പാമ്പ്. എന്നിട്ട് അതിനെ കൊണ്ട് കൊത്തിപ്പിക്കും. അതും ഒരു ലഹരിയാണ്. നശ എന്നാണ് സാധാരണ ഉറുദുവിലും ഹിന്ദിയിലൊക്കെ ലഹരിക്ക് പറയുന്ന വാക്ക്. നശ, സ്പിരിറ്റ്. നശ പലതുമാണ്. ലഹരി പലതിനോട് നമുക്ക് തോന്നും. സാധാരണ ഹിന്ദിക്കാർ പറയാറുണ്ട്, കുർസി കാ നശ, അധികാരത്തിന്റെ ലഹരി. പ്യാർ കി നശ, വിദ്യാർത്ഥികൾക്കുള്ള വേറൊരു പ്രശ്നമാണ് പ്രണയത്തിന്റെ ലഹരി. മറ്റൊന്നാണ് ബിസിനസ്സുകാർക്കുള്ളത് മാലോം കി നശ, സമ്പത്തിന്റെ ലഹരി. ഇതിനേക്കാളുമൊക്കെ കവച്ചുവെക്കുന്ന മനുഷ്യനെ അങ്ങേയറ്റം കേടാക്കുന്ന ലഹരിയാണ് സാധാരണ ലഹരി. നമ്മൾ പറയാറുള്ളതെല്ലാം. കുട്ടികൾ സാധാരണ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? സിഗരറ്റ് വലിയിൽ നിന്നാണെന്നാണ് എന്റെ ഒരു ബോധ്യം. സാധാരണ സ്കൂളിലേക്കൊക്കെ പോകുമ്പോ ആരെങ്കിലും ഒരു സിഗരറ്റ് വലിക്കാൻ കൊടുക്കും. സിഗരറ്റ് വലി അത്ര വലിയ പ്രശ്നമല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. അതൊരു വലിയ കാര്യമല്ലല്ലോ. പക്ഷെ പിന്നെ പിന്നെ ആ സിഗരറ്റിന്റെ ഉള്ളിലെ അകത്തുള്ള ആ പുകയില കളഞ്ഞ് അതിന് പകരമായി വെച്ചു കൊടുക്കുന്നത് മറ്റു പല വസ്തുക്കളുമാണ്. അപ്പൊ അതിന്റെ രൂപം മാറി. അല്ലെങ്കിലും ഈ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം, ഉദാഹരണത്തിന് ഒരു കുട്ടി കാർട്ടൂണിൽ നിന്നാണ് എന്ത് തുടങ്ങുക? സാധാരണ ടാബൊക്കെ കണ്ടു തുടങ്ങുക. കുറെ കാർട്ടൂൺ കാണുമ്പോൾ അത് മടുക്കും. അപ്പൊ പിന്നെന്താ കാണാനുള്ളത് എന്നവനെങ്ങനെ അന്വേഷിക്കും. അപ്പൊ കാർട്ടൂണിന്റെ അപ്പുറത്ത് എന്തോ അവന് കിട്ടും. ചിലപ്പോ ഗെയിമോ അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും. അപ്പൊ അത് കുറെ എങ്ങനെ ഉപയോഗിക്കുമ്പോ അത് പോരാ എന്ന് പിന്നെ തോന്നും. അങ്ങനെ പിന്നെ അതിന്റെ മുകളിലേക്ക് പോകും. അങ്ങനെ ചിലപ്പോ 8ാം ക്ലാസ്സിലെ കുട്ടി ഒരു 20കാരനും 25കാരന്റെയും മനസ്സിലേക്ക് കടന്നു പോകും. കാരണം അഡിക്ഷൻ അങ്ങനെയാണ്. പുകയില കുറച്ചു കാലം മാത്രമേ ഉപയോഗിക്കൂ. പഴയ കാലത്തൊക്കെ വയസ്സന്മാരായ ആൾക്കാരൊക്കെ ഈ പുകയില ഉപയോഗിക്കാറുണ്ട്. അതവർ അതിൽ തന്നെ അവസാനിപ്പിക്കാറുണ്ട്. പക്ഷെ ഇന്ന് കുട്ടികൾ അതിനു വേണ്ടിയല്ല ഇത് ഉപയോഗിക്കുന്നത്. നാളെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൗണിൽ നിന്ന്, സ്ഥലം ഞാൻ പറയുന്നില്ല, കൗൺസിലിംഗിന്റെ കാര്യങ്ങൾ അങ്ങനെ തുറന്നു പറയാൻ പാടില്ല എന്നതാണ്. അതതിന്റെ ധർമ്മമല്ല. ഏതായിരുന്നാലും ഒരു ടൗണിൽ നിന്നൊരു പയ്യനെ കൗൺസിലിംഗിന് കൊണ്ടുവന്നു. ഞാനിപ്പോ കൗൺസിലിംഗ് നടത്തുന്നില്ല, തിരക്കൊണ്ട് നിർത്തിയ ആളാണ്. അതിവിടെ എന്റെ സംഘാടനത്തിന് വിളിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. കാരണം അത്രമാത്രം കേസുകളാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കേണ്ടി വരും. എന്റെ നടത്തൊക്കെ ഇല്ലാണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കൗൺസിലിംഗിൽ നിന്ന് ഒഴിവ് ഞാൻ 2 അസിസ്റ്റന്റുമാരെ വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് കൗൺസിലിംഗ് അത്രമാത്രം ഈ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കാൻ. കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്നൊരു അകൽച്ച സംഭവിക്കും. ആ അകൽച്ചയിലൂടെ മാതാപിതാക്കൾക്കും നേരെയില്ല, അവരൊന്ന് ട്രീറ്റ് ചെയ്യാൻ. അപ്പൊ പിന്നെ അതിന്റെ മുകളിലേക്ക് കണ്ട് 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 ഇന്ന് കുട്ടികൾ എവിടെ എത്തി എന്ന് ഈ മൈക്കിലൂടെ തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. നാളെ കുട്ടിയെ കൗൺസിലിംഗിന് കൊണ്ടുവന്നപ്പോ ആ കുട്ടി പറഞ്ഞത്, സാർ ഞാൻ ഇന്ന എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്. അവിടെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ക്ലാസ്സിന് പോയപ്പോ, ഇപ്പൊ സാധാരണ കോളേജുകളിലൊന്നും എന്തില്ല, റാഗിംഗ് ഇല്ല. ഇപ്പോ മിനിയാന്നേറ്റ ഹൈക്കോടതി പറഞ്ഞല്ലോ, ഇപ്പൊ ബന്ദില്ല, ഹർത്താലിനെ ബന്ദാക്കുന്നു എന്ന്. ഇതേപോലെ ഇപ്പോ കോളേജുകളിൽ റാഗിംഗ് ഇല്ല. റാഗിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. പ്രായം ചെന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. മുതിർന്ന കുട്ടികൾ പിന്നെ വരുന്ന കുട്ടികൾക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ മുറകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു കളിപ്പിക്കൽ. അതാണ് റാഗിംഗ്. ചിലപ്പോൾ ഡോസ് കൂടാറുണ്ട്, ചിലപ്പോൾ അടി കിട്ടും. നമ്മളൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ ഉണ്ടത്. ആന്റി റാഗിംഗ് ഒക്കെ ഉണ്ടാവും. റാഗിംഗ് ചെയ്യുന്നവർക്കെതിരെയുള്ള റാഗിംഗ്, പിന്നെ ഗ്യാങ്ങുകളൊക്കെ ഉണ്ടാവും. അത് നല്ലതാണ്. ഏതായാലും കോളേജിൽ ഇപ്പൊ റാഗിംഗ് ഒക്കെ എല്ലാം കണ്ട് പോയി. പക്ഷെ അതിനിപ്പോ സുന്ദരമായ ഒരു ഓമന പേരിട്ട് വിളിക്കാൻ തുടങ്ങി, വെൽക്കം പാർട്ടി. വെൽക്കം പാർട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് സെക്കൻഡ് ഇയേഴ്സിന്റെ വക ഒരു പാർട്ടി കൊടുക്കുക.
ആദ്യത്തിലൊരു സെമിനാർ ഉണ്ടാവും, സിമ്പോസിയൊക്കെ ഉണ്ടാവും, എല്ലായിടത്തും അല്ലട്ടോ, ചില കോളേജുകൾ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം അവരുടെ ഒരു ഗാനമേള ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം എവിടെയെങ്കിലും കുട്ടികളോട് കൂടാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ സെമിനാറിൽ നിന്ന് തുടങ്ങി ഗാനമേളയിലൂടെ പോയി അവസാനം വൈകുന്നേരം ഈ കുട്ടിയോട് പറഞ്ഞത്ര, ഈ കുട്ടിയോടും അതുപോലെയുള്ള കുറച്ച് കുട്ടികളോടും സീനിയർ വിദ്യാർത്ഥികൾ പറഞ്ഞത്, കോഴിക്കോട് ഒരു കടപ്പുറം പറഞ്ഞു കൊടുത്തു, കോഴിക്കോട് ജില്ലയുടെ ഒരു കടപ്പുറം. ആ കടപ്പുറത്ത് എത്താൻ പറഞ്ഞു. ഇവര് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരണോന്ന് ചോദിച്ചു. അത് വരണം, അവിടെ വെച്ചിട്ട് ഇനി വേറൊരു തീപ്പാർട്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ആ ടീ പാർട്ടി ഉണ്ട് എന്ന് കേട്ടപ്പോ ഈ കുട്ടികൾ എന്നാ പോയി നോക്കുക, നമ്മളെ സീനിയർ സ്റ്റുഡൻസ് അല്ലേ, രാവിലെ സെമിനാറൊക്കെ നടന്നതല്ലേ എന്ന് വിചാരിച്ച് പോയതാണ്. അവിടെ എത്തി വർത്തമാനം പറഞ്ഞിരിക്കുന്നതിൽ അവര് പറഞ്ഞത്രേ, നിങ്ങളൊന്ന് കണ്ണടക്കണം. ഈ കുട്ടി പറയാം, കണ്ണടക്കാൻ പറഞ്ഞപ്പോ കണ്ണടച്ചു. കണ്ണടക്കൽ ഇപ്പൊ അത്ര വലിയൊരു പ്രശ്നമല്ലല്ലോ, കണ്ണടച്ചു. നാക്ക് നീട്ടാൻ പറഞ്ഞു. അപ്പൊ കുട്ടികൾ അതും തമാശയായിട്ട് എടുത്തു, നാക്ക് നീട്ടി. ആ നാക്ക് നീട്ടിയ ഉടനെ എന്തോ ഒരു പൗഡർ വെച്ചു കൊടുത്തു നാവിൽ. അതോടുകൂടി ഒരു ലഹരി അങ്ങോട്ട് വരിക, അങ്ങേയറ്റത്തെ ലഹരി. പിന്നെ കുട്ടി പറയുന്ന കാര്യം എന്താണ്? സാർ, പിന്നീട് അത് എനിക്ക് ഉപയോഗിക്കണമെന്ന് വല്ലാത്ത മോഹമുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നടന്നപ്പോ അത് കുറച്ച് വില കൂടിയ സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ വില കൂടിയ സാധനം ഉപയോഗിക്കണമെങ്കിൽ എന്റെ കയ്യിൽ ക്യാഷ് വേണമെന്നും ബോധ്യമായി. അങ്ങനെ ക്യാഷിന് വേണ്ടിയിട്ട് വാപ്പയോട് ചോദിച്ചാലോ ഉമ്മയോട് ചോദിച്ചാലോ ഇതിനാണെന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്നതുകൊണ്ട് എന്റെ കുടുംബത്തിലൊക്കെ ഞാൻ മാന്യമായി കഴിയുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ ബിടെക്കിനാ പഠിക്കുന്നത്, ഫസ്റ്റ് ഇയർ ആണ് ഇപ്പൊ പഠിക്കുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞാനൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് അധികം വിദ്യാഭ്യാസമില്ലാത്ത എന്റെ കുടുംബത്തിൽ എന്നെ കുറിച്ച് നല്ലൊരു ധാരണയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബാങ്ക് കൊടുക്കുന്നു. സോറി, ഇറ്റ്സ് ദ പാർട്ട് ഓഫ് അവർ റിലീജിയസ് റൈറ്റ്.
അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞ കാര്യം, അങ്ങനെ ഞാൻ ആ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ കുടുംബത്തിലേക്ക് പോകും, എന്നിട്ട് ചെറിയ കുട്ടികളുടെ ചെയിന് പൊട്ടിക്കും. അവൻ കണ്ട യുക്തി അതാ. കൊച്ചുകുട്ടികൾക്ക് അറിയില്ലല്ലോ. കൊച്ചുകുട്ടികൾക്കൊക്കെ ചിലപ്പോൾ വീട്ടിൽ ചെയിനും ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടാവും, കുട്ടികൾക്ക് പറയാനും അറിയില്ല. അങ്ങനത്തെ കൊച്ചു കൊച്ചു കുട്ടികളുള്ള സ്ഥലത്ത് പോയിട്ട് അത് പൊട്ടിക്കും, എന്നിട്ട് പൈസ കണ്ടെത്തും. ഒരു ദിവസം അമ്മായിയുടെയോ മറ്റോ വീട്ടിൽ പോയിട്ട് ഇത് ചെയ്യുമ്പോ ആകെ ഒരു വട്ടോ രണ്ടോട്ടേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ പിടിക്കപ്പെട്ടു. അവൻ കള്ളനായി മാറി. ഇനി കള്ളൻ എന്നു പറയുന്ന ആ ഒരു പ്രയോഗം എന്നാണ് മാറുക? അപ്പോ ക്രൈം പോലും ഉണ്ടാകുന്നത്, ക്രൈം എന്ന് പറഞ്ഞ ഒരുപാട് വലിയ വലിയ കുറ്റങ്ങൾ ഉണ്ടാകുന്നതിന്റെ പിന്നിലും ഏറ്റവും വലിയ കാരണം ലഹരിയാണ്. നിങ്ങൾ കേരളത്തിൽ നടന്ന ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കും. ലഹരിക്ക് അടിമപ്പെടുമ്പോഴാണ് സത്യത്തിൽ കുട്ടികളിൽ ഒരു തരം നെഗറ്റീവ് ഹീറോയിസം ഉണ്ടാവും. സൈക്കോളജിയുടെ ടേമുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്, അത് അങ്ങനെ പറയാനേ പറ്റൂ. നെഗറ്റീവ് ഹീറോയിസം എന്ന് പറഞ്ഞാൽ സത്യത്തിലൊരു ഹീറോയാവുക, ഒരു നല്ലൊരു ഒരു നായക പരിവേഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നടക്കേണ്ടതാണ്. ഒരു നാട്ടില് നല്ല വിദ്യാഭ്യാസമുള്ള, നന്നായിട്ട് ചിന്തിക്കുന്ന, അത്യാവശ്യമൊക്കെ ഇപ്പൊ ഇവിടെ മുഹമ്മദ് അലി നേരത്തെ സംസാരിച്ചതുപോലെ അത്യാവശ്യമൊക്കെ സംസാരിക്കുന്ന, അത്യാവശ്യം കാര്യങ്ങൾ ഇടപെടുന്ന, അത്യാവശ്യമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല മനസ്സോടുകൂടിയിട്ട് പ്രവർത്തിക്കുന്ന, സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ആ നാട്ടിലെ ഹീറോസ്, ആ നാട്ടിൽ എന്തായാലും നായകത്വമുള്ളവരാണ്. പക്ഷെ ഇതല്ലാതെയും ആകാലോ. ഇതല്ലാതെ എങ്ങനെയാണാവുക? ഇതല്ലാതെ ആകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ മോശത്തരങ്ങൾ ചെയ്ത് അതിന് കുറെ ഗ്യാങ്ങൊക്കെ കെട്ടി ആ ഗ്യാങ്ങിന്റെ ലീഡറായി കാണുന്നവർക്കെല്ലാം വെറുപ്പുണ്ടാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. പക്ഷെ ഒന്ന് നെഗറ്റീവ് ഹീറോയിസമാണ്, മറ്റൊന്ന് പോസിറ്റീവ് ഹീറോയിസമാണ്. അപ്പൊ ഈ നെഗറ്റീവ് ഹീറോയിസത്തിലൂടെ എന്ത് സംഭവിക്കുന്നു? ഇപ്പൊ കല്യാണ വീടുകളിലൊക്കെ, നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കല്യാണ വീടുകളിലൊക്കെ ഈ പുതുപെണ്ണ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അന്നത്തെ മാരി, ആ പുതുനാരി കടന്നു വരുമ്പോ മുന്നിൽ നിന്ന് ഡാൻസ് ആടുക, അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ എന്താ പറയാ അവരെ പ്രയാസപ്പെടുത്തുക. ഞാൻ വരുന്നത് മേൽപ്പത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ്. ഈ മേൽപ്പത്തൂരിൽ ധാരാളം ഹൈന്ദവർ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. രണ്ടു കൂട്ടരും ഒരുപോലെയുണ്ട്. ഞങ്ങളൊക്കെ വലിയ സൗഹാർദ്ദത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ ഈ കല്യാണമൊക്കെ നടക്കുമ്പോ അവിടെ നല്ല നെൽക്കതിർ, അതേപോലെ തന്നെ നല്ല പറയില് നെല്ല്, പിന്നെ നിലവിളക്ക്, ഇതൊക്കെ കൊളുത്തി വെച്ച് ഈ മരുമകളെ വലതുകാല് തന്നെ ചവിട്ടണമെന്ന് അമ്മായിമ്മയും അമ്മായിമ്മയുടെ അനിയത്തിയും ജ്യേഷ്ഠത്തിയും എല്ലാരും കൂടി സാരോപദേശങ്ങളൊക്കെ കൊടുത്തൊരു ദിവ്യാനുഭൂതിയോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുക. ഇത് ഹൈന്ദവരുടെ ആചാരമാണ്. ഇവിടെ ഉണ്ടാവും അങ്ങനെ ഇരിക്കുന്ന ധാരാളം സഹോദരിമാർ, സഹോദരന്മാർ. കാരണം അവർക്ക് എപ്പോഴും മതപരമായൊരു ആചാരം, അതിലൊരു നല്ലൊരു രസകരമായൊരു ഭക്തി, ഇതൊക്കെ കൂടിയിട്ട് അവര് നടത്തും. ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് പോയാലോ, നമുക്കൊക്കെ കുറെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളൊക്കെയാണ്. അവരുടെ കല്യാണത്തിന് അവരുടെ ചർച്ചിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലച്ഛൻ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്ത് രസകരമായി എന്തോ ഒരു പനിനീറൊക്കെ തെളിച്ച് അവർക്ക് എന്തൊക്കെയോ ഒരു പട്ടുപോലെ സാധനമൊക്കെ കൊടുത്ത് സുന്ദരമായിട്ടായിരിക്കും. എന്നിട്ട് അലമ്പൊന്നുമില്ലാതെയാണ് അവർ വീട്ടിലേക്ക് എത്തുക. കാരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് വിവാഹത്തെ അവർ പരിഗണിക്കുന്നു. നമ്മളെ കുട്ടികളോ നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, JCBയിൽ പുരാപ്പിള പോവുക, അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കോലം കെട്ടി നടക്കുക, എന്തെങ്കിലുമൊക്കെ ഡാൻസ് ആടി നടക്കുക എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അത് പഠിച്ചിട്ടുള്ള നമ്മൾ 5 വർഷം മദ്രസയിൽ പഠിച്ചത് എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് ഖുർആനാണ്. ആ ഖുർആനിൽ പറയുന്നതിന്റെ നേരെ വിരുദ്ധം. രണ്ടാമത് ഏറ്റവും നന്നായി നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹദീസുകളാണ്, അതിന് നേരെ വിരുദ്ധം. മൂന്നാമത് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് അഖീദയാണ്, അതിന് നേരെ വിരുദ്ധം. നാലാമത് നമ്മൾ ഏറ്റവും നന്നായി പഠിക്കേണ്ടത് അഖ്ലാഖാണ്, സൽസ്വഭാവം. അതിന്റെ പേര്, ആ സബ്ജക്റ്റിന്റെ പേര് ഈ ലോകത്തിൽ അങ്ങനെ ഉണ്ടാവും ഒരു സബ്ജക്ട്. നിങ്ങൾ മദ്രസയിലെ സബ്ജക്ട് ഒന്ന് എടുത്തു നോക്കിയാട്ടെ, ഒരു സബ്ജക്റ്റിന്റെ പേര് അഖ്ലാഖ് എന്നാണ്. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം. ഒരു ടെക്സ്റ്റിന്റെ പേരാണത്, ഒരു ടെക്സ്റ്റിന്റെ പേരാണ് സൽസ്വഭാവം. എന്നിട്ട് നമ്മൾ അതെല്ലാം കലക്കി കുത്തി പഠിച്ച് 100ൽ 99 മാർക്കും വാങ്ങി അഷ്ഹദത്തു സഫുൽ ഖാമിസ് എന്ന് പറഞ്ഞിങ്ങാണ്ട് നല്ലൊരു സർട്ടിഫിക്കറ്റ് പെരയിലും വെച്ച് എന്നിട്ട് കൂത്താടാൻ വേണ്ടി നടക്കുമ്പോ നമ്മളും ആ മതവും തമ്മിൽ എത്ര ദൂരത്താണ്, നമ്മളും നമ്മുടെ ആചാരങ്ങളും തമ്മിൽ എത്ര ദൂരത്താണ്. അപ്പൊ സത്യത്തിൽ അത് 5 വർഷം പഠിച്ച് മനോഹരമായത് പ്രവർത്തിക്കേണ്ടുന്ന ഒരു വിഭാഗം, എല്ലാ വിഭാഗക്കാരും ഇത് ചെയ്യുന്നുണ്ട്. ഒരു വിഭാഗത്തെ മാത്രം ഉയർത്തി പറയേണ്ട, താഴ്ത്തി പറയണ്ട.
എന്നാലും നമുക്ക് നമ്മളെ കുറിച്ചൊന്ന് പറയാമല്ലോ. കാരണം പിടിക്കപ്പെടുന്ന കൂട്ടരിൽ എല്ലാവരും ഉണ്ടെങ്കിലും നമുക്ക് വലിയ സങ്കടമാണ്. അവരൊക്കെ ഒറ്റയ്ക്ക് വിളിച്ച് ചോദിച്ചാൽ 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഒക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും, പാസ്സായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ എന്താ കാര്യം?